ആരെ കൊണ്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ 2-3 ദിവസമായിട്ട് കേരളത്തിലെ കാലാവസ്ഥ വയ്ക്കുന്നത്. ഒന്നെങ്കിൽ ഒടുക്കത്തെ ചൂട്, അല്ലെങ്കിൽ ഒരുമാതിരി ഇരുണ്ട് മൂടി അല്ലാത്ത കാലാവസ്ഥ. നല്ലതായിട്ടൊന്ന് പെയ്യോ അതും ഇല്ല. ചൂടിനാണെങ്കിൽ ഒരു കുറവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുട്ട വരിക്കാനായിട്ട് തേങ്ങയില്ലെന്ന് തന്നെ ഞാൻ പറയാം. ആരും തേങ്ങയൊക്കെ എടുത്തു, പക്ഷേ ചൂട് ഭയങ്കര ഓവറായതുകൊണ്ട് തന്നെ തേങ്ങയെല്ലാം ഉണങ്ങി കൊട്ടലടിച്ചിരിക്കും. പൊതിച്ച് നല്ല സുന്ദരക്കുട്ടപ്പൻ ഇല്ലെന്നൊരു തേങ്ങാ പിണ്ണാക്ക് പോലും ഇല്ലെന്ന് നന്നായിട്ട് അറിയാം. എന്നാലും ഒന്ന് കുലിക്കും, രണ്ടും കൽപ്പിച്ചങ്ങ് പൊട്ടിച്ചു. അപ്പൊ തേങ്ങാ പിണ്ണാക്ക് പോയിട്ട് തേങ്ങ പോലും ഇല്ല. അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ. കൂട്ടത്തിൽ നിന്ന് പിന്നെ ഒരു തേങ്ങ പൊതിച്ച് വന്നപ്പോൾ തന്നെ അത് മൂഞ്ചിന്ന് മനസ്സിലായി. ഒന്നിപ്പഴിച്ചാൽ 3 രണ്ടു പോണെങ്കിൽ പോട്ടെ, അതിൽ പിടിക്കാന്ന് പറഞ്ഞ ഒരെണ്ണം കൂടെ എടുത്ത് പൊതിച്ചു. കുലിക്കൊക്കെ നോക്കിയപ്പോൾ അകത്ത് എന്താണ്ട് പൊട്ടിച്ചു വന്നപ്പോഴത്തേന് അതും കൊപ്പം. 2-3 എല്ലാം പഴിച്ചപ്പോഴത്തേന് പഴഞ്ചൊല്ലി 12. അങ്ങനെ തേങ്ങയിട്ടാണ് നമ്മൾ ഓംലേറ്റ് ഉണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ മൂഞ്ചിയാണ്. ഇങ്ങനെ മൂടിക്കെട്ടിരിക്കും, പെയ്യോ അതും ഇല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഞാൻ പറഞ്ഞെല്ലാം തിരിച്ചെടുത്തിരിക്കും. രാത്രി ആയപ്പോഴത്തേനും നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടി പോസ്റ്ററെല്ലാം കൊണ്ട് ഒട്ടിക്കാന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പ്രിപ്പറേഷൻസ് എല്ലാം തകൃതായിട്ട് നടന്നു. ഉള്ള നോട്ടീസ് എല്ലാം കൂടെ വണ്ടിയുടെ അടിക്കാതെ കോളേജിൽ പോകുമ്പോൾ പോലും ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം ഇവന്റെ കൈ കാണാം. ജോലിയോടുള്ള ആ ഡെഡിക്കേഷൻ ആരും കാണാതെ തൊള്ള നിറച്ച് പെട്രോൾ ഒക്കെ അടിച്ച് നേരെ എങ്ങാണ്ടോട്ട് വിട്ടു. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഒട്ടിക്കാനുള്ള നോട്ടീസ്. ജിടെക് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ വിദ്യാർത്ഥിയുടെ മാമന്റെ ആണ് ഞങ്ങൾക്ക് ഈ വർക്ക് കിട്ടിയത്. തേപ്പിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥി ഉദ്ഘാടിച്ചു. ഇതിനാൾ പുലി തന്നെ ആദ്യത്തെ ട്രൈ തന്നെ നല്ല വെടിപ്പായിട്ട് ഒട്ടി. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ പൂക്കളം കണക്കായി. പിന്നെ വിദഗ്ധന്റെ വക ഒരു ക്ലാസ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഒരേപോലെ ഒട്ടിച്ചൊടിച്ച് എന്റെ കൈ തെളി. നമ്മളോടെ കളി തേക്കലിന്റെ കൂടെ ഉണ്ട് പെട്ടെന്ന് തന്നെ. പക്ഷേ ഇതിലേക്ക് ഇതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. റെയിൽവേ സ്റ്റേഷന്റെ ഓവർ ബ്രിഡ്ജ് ആണ്. അതിന്റെ ഭിത്തിമേ ഒട്ടിക്കാന്നുള്ളത്. ചാടിയും തുള്ളിയൊക്കെ ഒരു വിധത്തിൽ ഒട്ടിച്ചതിലെ ഗോപുരം പോലെ ചരിഞ്ഞു. കൈയൊക്കെ കണ്ടിട്ട് ഒരുമാതിരി ടാറിന്റെ വീപ്പയിൽ മുക്കിയെടുത്ത പോലെ. ഇത്ര മാങ്ങ കണ്ടിട്ട് കൊതിച്ചിട്ട് അതൊന്ന് പണ്ടാരം വെച്ചക്കാനും തുടങ്ങി. പട്ടി സാർമാരെ നമ്മളൊന്ന് വരട്ടാ, നമ്മൾ വരല്ലോ. പട്ടി സാർമാരെ വരട്ടി ഓടിച്ചു. നമ്മൾ ഏതെങ്കിലും വെച്ചിട്ട് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പോർഷൻ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിൽ ചെന്നപ്പോഴത്തേനാണെങ്കിൽ അവിടെ പൈപ്പ് ഇല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എനർജി ഒക്കെ റീസ്റ്റോർ ചെയ്യും. പിന്നെ ഉണ്ടായിരുന്നു ഒരു 1/2 മണിക്കൂർ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചെറുക്കൻ ഒടുക്കലത്തെ ആത്മാർത്ഥം തന്നെ. പക്ഷേ എന്താ വെച്ചാൽ അവൻ തന്നെ ഒട്ടിക്കാൻ. അതുകൊണ്ട് തന്നെ പണിയെല്ലാം തകൃതയായിട്ട് പെട്ടെന്ന് തന്നെ. എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാനും വീട്ടിലേക്ക്. ഓക്കെ ബൈ.